ഞാൻ മൂത്തടുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം നാളെയാണ് സ്കൂൾ തുറക്കൽ. അപ്പോൾ എല്ലാം തയ്യാറെടുപ്പിൽ ബാഗിലെല്ലാം സാധനം വെച്ചതിന് ബുക്ക് നമുക്ക് പൊതിയിടണം. പിന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയില്ല. സ്കൂൾ തുറന്നിട്ട് നാളെ കിട്ടും. അപ്പോൾ നമുക്ക് പൊതിയിടലും കാര്യങ്ങളൊക്കെ അച്ഛനാണ്. ഞാൻ ഈ നെയിം സ്ലിപ്പും അതൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതാനാണ് ഞാൻ നിൽക്കുന്നത്. നാളെ സ്കൂള് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അധികം ബുക്കും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഒരു റഫ് നോട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. നാളെ ടൈം ടേബിൾ കിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക്, പിന്നെ ഒരു പുതിയ പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിച്ച പുതിയ പൗച്ച്. ഇതിനുള്ളിൽ അത്ര വലിയ സാധനങ്ങളൊന്നുമില്ല. പെൻസില്, റബ്ബർ, കട്ടർ, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഞാനൊരു പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നാളെ കൊണ്ടുപോകാൻ അധികം ബുക്കൊന്നും ഇല്ലാത്ത സമയം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ബാഗ് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യാനൊന്നുമില്ല. നാളെ ഒരു അത്രയും ബുക്ക് എടുക്കണ്ടു എന്നെല്ലാം വിചാരിച്ചെടുത്തിയാണ്. കുഴപ്പമില്ലാത്ത നല്ല ബാഗും കാര്യങ്ങളൊക്കെയാണ് ഇത്. വേറെ ബാഗ് ഉണ്ട്, അത് മറ്റന്നാൾ തൊട്ട് നമുക്ക് യൂസ് ചെയ്യണം. ഇത് ഇത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ ഇത്രയും നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നെയിം സ്ലിപ്പ് 2 സെറ്റ് അല്ല, ഇതുപോലെ 2 കവർ വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടും വേറെ ഇതാ വാങ്ങിച്ചേ. ഒന്നെന്തോ ഒരിതും പിന്നെ ഇത്തിരി ബേർഡ്സ് മാതിരിയുള്ള അതുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ID കാർഡ് എന്ന് പറയാം. ഇതാണ് എൻ്റെ ID കാർഡ്. ഇതാണ് ഇനി 3 വർഷം നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യണം. കുറച്ച് കൂടുതൽ നോട്ട്സ് വാങ്ങിച്ചിനില്ല. പിന്നെ പൊതിയിടുന്ന പേപ്പർ ഞാൻ ബ്രൗൺ കളറും അധികം വാങ്ങാറ്. പിന്നെ കുറേ നോട്ട്ബുക്ക് ഉണ്ട്. പിന്നെ പശ, ഇപ്പം ഇറങ്ങിയ കുറച്ച് പശ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരു പെൻസിൽ പെട്ടി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ചേട്ടനൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ ഇനി ഈ പൗച്ചിൽ എന്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ കളർ ഇടണം. ഈ കളറിലൊരു സ്കെയിലേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരു ക്യൂട്ട് ഷാർപ്നർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കളറ്, പിന്നെ 2-3 പെന്നും പെൻസിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നടുരാജയിൽ തന്നെ ഒരു ഇറേസർ കട്ടർ ഷാർപ്നറും, പിന്നെ ഒരു സാധാ ഡോംസിൻ്റെ ഒരു റബ്ബറും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽത്തെന്ന് പറയുന്നത് ഞാനൊരു മാർക്കർ വാങ്ങിച്ചിട്ടുണ്ട്. പൗച്ചിൽ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്. ഇത് ഡോംസിന്റെ തന്നെയാണ്. ഇതിൽ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പരം സ്കെച്ച്, പിന്നെ പെൻസില്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ പൊട്ടി ഇതായി. പിന്നെ ഞാനത് യൂസ് ചെയ്യലില്ല. ഇത് പിന്നെ മാത്സിന് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യും. ഇനി നമുക്ക് പൊതിയിടുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അത് അച്ഛനാ ഇടുക, ഞാനിവിടെ നെയിം സ്ലിപ്പ് ഒട്ടിക്കാനാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എനിക്ക് പൊതിയിടാൻ അറിയാം, പക്ഷേ ഞാനിട്ടാൽ ശരിയാവില്ല. അച്ഛനാകുമ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇട്ടോളും. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്കൂൾ തുറക്കുന്ന കുട്ടികൾക്കെല്ലാം ഒരു ആവേശമുള്ളൊരു സമയമാണ് സ്കൂൾ ജൂൺ മാസം. പക്ഷേ ഇപ്രാവശ്യം മഴ കുറച്ചും കൂടെ നേരത്തെ വന്നതുകൊണ്ട് ഇതിലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ നനയാണ്ട് എത്തിക്കുക അതൊരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഒരു വർഷം നമുക്ക് പുസ്തകം നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ നല്ല കവറിങ്ങും വേണം. അപ്പോൾ ഇന്ന് ഒരു കവറിങ്ങും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോട്ട് ബുക്ക് കവർ ചെയ്യുന്നത് ചില ഒരു കവർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാപ്ലറിലടിച്ച് പിന്നെ ആ സ്റ്റാപ്ലറിൻ്റെ പിന്നെല്ലാം പൊന്തി നിൽക്കുന്ന രീതിയിലെല്ലാം ഉണ്ടായത്. അപ്പോൾ സ്റ്റാപ്ലറൊന്നും അടിക്കാണ്ട് ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഒരു പൊതിയിടുന്നതും കൂടി കാണിക്കാം. പുസ്തകം മാറ്റി നോക്കട്ടെ. ഒരു നോട്ട് ബുക്ക് എടുക്കുക. ആദ്യം തന്നെ പേപ്പർ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യൽ അവസാനം ഇതേപോലെ ഒരു ഏകദേശം ഒരു
ഒരു സ്കെയിലിൻ്റെ വീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റാവും. കണ്ടോ? ഇത്ര വെക്കുക. എന്നിട്ട് അവിടെ ഒരു കൃത്യമായിട്ട് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം നോട്ട് ബുക്ക് ഇതേപോലെ അങ്ങോട്ടേക്ക് തിരിച്ചു വെക്കുക. അതിൻ്റെ പുറത്തേ കൂടി നമ്മൾ കവർ ഒഴിച്ച് തിരിച്ചു വെക്കും. അതിന് ശേഷം ഇതൊന്ന് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം സ്കെയിലാതി ഈ സൈഡും കൂടെ വെച്ചതിന് ശേഷം നമ്മളെ പെൻസിൽ കൊടുത്തു. ഇങ്ങനെ വെച്ചതിന് ശേഷം പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ സ്കെയിലാണെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ തന്നെ കട്ട് ചെയ്ത് വരും. അപ്പോൾ പ്രത്യേകിച്ചിട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വലിച്ചാൽ അതും കട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല സ്കെയിലാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. അതിന് ശേഷം അടുത്ത സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്യുക. നല്ല കൃത്യമായ രീതിയിൽ ആ ബുക്കിന് കറക്റ്റായി പോകും. അതിന് ശേഷം ഇതേപോലെ ഒരു സ്കെയിലിൻ്റെ വീതി എടുക്കുക. ഇതേപോലെ ഒരു മാർക്ക് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ഒരു കോണൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സൈഡ് ടേപ്പറിൽ കട്ട് ചെയ്യണം. ഇതാ ഇത് വരേണ്ട ആവശ്യമില്ല. ഇതാ ഇവിടുന്ന് ഒരു ടേപ്പർ ടൈപ്പിൽ കട്ട് ചെയ്യണം. ഇതേപോലെ കട്ട് ചെയ്യുക. നോട്ട് ബുക്കിൻ്റെ ഈ ചട്ടേൻ്റെ എൻഡ് വരെ എത്തണം ആ കട്ടിങ്. കണ്ടോ? ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിൽ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ചട്ടേൻ്റെ അകത്തേക്ക് ഇതൊന്ന് ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോക്ക് സിസ്റ്റം പോലെ കണ്ടോ? അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത അതിനുശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. കണ്ടോ? നമ്മൾ ഒരു സൈഡ് കൃത്യമായി ഇതേപോലെ ബാക്കി 3 ഭാഗവും കൂടെ ചെയ്താൽ നമ്മുടെ നോട്ട് കവറിങ് ആയി. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് മാർക്ക് ചെയ്യുന്നില്ല. ഇതൊരു സുമാർ കട്ടിങ് ആണ്. എന്തുവാ അവിടെ എത്തി എൻഡ് കട്ട് ചെയ്യുക. ഇതാ അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. തിരിച്ച് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതൊന്നും മാർക്കൊന്നും വേണ്ട. ഇതല്ലാണ്ട് തന്നെ കിട്ടും. ഇതാ ഒരു സ്കെയിലിൻ്റെ വീതി മാർക്ക് ചെയ്യാണ്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഞാൻ മാർക്ക് ചെയ്തൊന്നുമില്ല. സാധാരണഗതിയിൽ മാർക്ക് ചെയ്തൊന്നുമില്ല. ഇതുപോലെ കട്ട് ചെയ്യുക. കുറച്ചധികം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേരിച്ച് പിടിച്ചിട്ട് അത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഒറ്റ കട്ടിങ്ങിൽ കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചതാ ഇതേപോലെ കട്ട് ചെയ്യുക. എൻഡ് കട്ട് ചെയ്യുക. ഫോൾഡ് ചെയ്യുക. ഒരു ലൈൻ ഇടുക. ഉള്ളിലേക്ക് മടക്കുക. തിരിച്ച് 4ാമത്തെ ഭാഗം ഇതാ ഇതന്നെ മടക്കുക. എൻഡ് കട്ട് ചെയ്യുക. തിരിച്ച് മടക്കുക. അങ്ങനെ 4 സൈഡും നമ്മൾ കവറിങ്ങായി. ഇതാ കവറിങ്ങായി. അതിന് ശേഷം കുറച്ച് ഗം എടുത്തിട്ട് ഇതാ ഇതിൻ്റെ 2 എൻഡിൽ ഒന്ന് ചെറുങ്ങനെ ടച്ച് ആയി കൊടുത്തു കഴിഞ്ഞാൽ കളകി പോകുന്നില്ല. ഇതാ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിലും അതവിടെ തന്നെ നിൽക്കും. ഒന്നും ആവുന്നില്ല. ഒന്ന് നല്ല കൃത്യമായിട്ടൊന്ന് ആ ലൈനും മടക്കി കൃത്യമാക്കി വെച്ച് കൊടുത്താൽ മതി. ഗമ്മ് ഫുൾ വേണമെന്നില്ല. ഒരു ഡോട്ട് പോലെ ചെയ്താൽ മതി. അങ്ങനെ ഒരു നോട്ട് ബുക്ക് കവറിങ് പൂർത്തിയായി. ഇനി നെയിം സ്ലിപ്പ് നെയിം സ്ലിപ്പ് ഒട്ടിക്കും. അങ്ങനെ ഒരു നോട്ട് ബുക്ക്
റെഡിയായി. അങ്ങനെ പുതിയ വർഷം വിദ്യാലയത്തിലേക്ക് ജൂൺ 2 നാളെ രാവിലെ മുതൽ 2 മാസത്തെ അവധിക്ക് ശേഷം സ്കൂളിലേക്ക്. നാളെ പോകാൻ നല്ല എക്സൈറ്റഡ് ആണ്. ആയിക്കോട്ടെ. കവറിൽ ഒന്നും എഴുതാനൊന്നും ഇല്ല. അത് വേണ്ട, അത് എന്താണ് വിഷയം കിട്ടിയിട്ട് വരുമ്പോൾ എഴുതിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.